ഹലോ കിഷൻചന്ദ് ചെമ്മൻലാൽ. എന്നാ സേട്ടാ? എടാ സെയിം ഡോർ വെക്കാൻ പറഞ്ഞിട്ട് വെച്ചായിരുന്നോ? സാമ്പാർ വെച്ച് സേട്ടാ, സാമ്പാർ വെച്ച്. സാമ്പാറാ? വയ്യടാ, വൈ. ശിവന്റെ ഒരു കാര്യം. അളിയാ, ആഹാ എന്റെ അളിയാ, ഇതെവിടെ പോണു രാവിലെ? ഒരു പണി കിട്ടിയില്ല. ഇത്രയും സൽസ്വഭാവേ അളിയനൊരു പണി കിട്ടാൻ ആരളിയാ പണി തന്നെ? ആ പണിയല്ലെന്ന്, പിന്നെ എനിക്കൊരു പുതിയ വർക്ക് കിട്ടിയില്ല, അതിന് പോകാൻ പോവാണ്. എല്ലാം ശരി തന്നെ, പക്ഷെ ഒരു അളിയൊരു കാര്യം മറന്നു. എന്തോന്ന്? ഇന്നൊരു കാര്യം മറന്നു. ഫോണെടുത്തു, ഷർട്ട് ഇട്ടു, ഉടുപ്പിട്ടു. ഇത് അളിയനൊരു കാര്യം മറന്ന്. എന്നാലും നഗ്ന നേത്രങ്ങൾ കൊണ്ട് നീ എന്റെ നഗ്നത കണ്ടുപിടിച്ച് കളഞ്ഞല്ലോടാ. ഞാൻ പോയി ഇട്ടിട്ട് വരാവേ. അളി അതൊന്നും അല്ല, പിന്നെ ഇത് വേറൊരു കാര്യം അളിയൻ മറന്ന്. എന്തോന്ന്? അളി ഇന്ന് എന്റെ പെങ്ങളെ ബർത്ത്ഡേ ആണ്. ആടാ, ആ. എന്നാ പോയി പായസം വെച്ചോടാ. അളി എന്റെ പെങ്ങളെന്ന് പറയുന്ന അളിയന്റെ ആരാണ്? എന്റെ ഭാര്യ. അപ്പൊ ആരെ ബർത്ത്ഡേ? അയ്യോ സത്യാ, ഞാനതങ്ങ് മറന്നുപോയി. സത്യം പറഞ്ഞാളിയാ, കല്യാണത്തിന് മുമ്പ് പ്രേമിച്ചടക്കുമ്പം നമ്മൾ പാതിരാത്രി മതിലാടി എവക്കൊക്കെ കേക്കും മുട്ടായിയും കിസ്സൊക്കെ കൊടുക്കും. കാമുകന്മാര്. ആ കാമുകന്മാരാണെങ്കിൽ ഓക്കെ. അതെ, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കല്യാണം കഴിച്ച ദിവസം പോലും മറന്നു. അതളി അങ്ങനെ. ആ, പ്രാരാബ്ധം. ആ പ്രാരാബ്ദമാണെങ്കിൽ മറക്കും. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. എന്റെ പൊന്നളിയ ഇങ്ങോട്ട് വന്നാൽ അളി ഈ മൊബൈലിലെ വീഡിയോ ഒക്കെ കാണാറുണ്ടോ? ഒരു അളിയനൊക്കെ വന്ന് ഒരു അളിയന്റെ കൂടെ ചോദിക്കണം ചോദ്യം കേട്ട് പൊളിയണം. സത്യം പറയുക, എനിക്ക് ഒരു ജീവിയെ കിട്ടുള്ളൂ അളിയ. ഞാനിട്ട് കുത്തി അത് കറങ്ങി കറങ്ങി വെളുക്കുന്നവരെ നിൽക്കും. ഞാൻ പിന്നെ എന്ത് ചെയ്യുള്ളൂ? അളിയന്റെ കൊണ്ട് രണ്ടെണ്ണം ഇങ്ങോട്ട് അയച്ചേ. അളി എന്തിനു ഉദ്ദേശിച്ചത്? വീഡിയോ അല്ലേ? അളിയനാണെന്ന് നോക്കൂല. എന്റെ പൊന്നളിയ, ഞാൻ ഒരു ഉദാഹരണം കാര്യം പറഞ്ഞുതരാം. ഈ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ സർപ്രൈസ് ആയിരിക്കണം എല്ലാവർക്കും. അല്ലെ ഈ വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ട്. അതായത് ഈ കോളേജിലും ഈ സ്കൂളിലും ഒക്കെ ടീച്ചർമാരുടെ ബർത്ത്ഡേ വരൂലേ, അപ്പൊ ഈ പിള്ളേർ തമ്മിൽ കിടന്ന് അടികൂടുന്നതിന്റെ ഇടയിൽ ഈ ടീച്ചർമാർ ഒന്നിങ്ങനെ പിടിച്ചു മാറ്റി ടീച്ചർ വിഷമിച്ച് നിൽക്കുന്നതും ബാക്കിൽ നിന്ന് പാർട്ടി പോപ്പർ പൊട്ടിക്കുന്നു, ഹാപ്പി ബർത്ത്ഡേ പറയുന്നു. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അതാണ് ട്രെൻഡ്. ആ അതുപോലൊരു ട്രെൻഡ് നമുക്ക് രമ്യക്കും കൊടുക്കണം. ഇപ്പൊ എന്ത് ചെയ്യും? ഞാൻ നീ കൂടെ വിചാരിച്ച പോലെ നടക്കും. എന്റെ ഒരു കൂട്ടുകാരുണ്ട് ദുബായിൽ വെച്ച്, ഞാനൊരു പരിചയപ്പെട്ടാണ്. പുള്ളി ഭയങ്കര സീരിയസ് ആണ്, പിന്നെ ഇച്ചിരി ഇംഗ്ലീഷ് ആണ്. കാരണം അവിടുത്തെ അറബി പിള്ളേർ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. പുള്ളിക്കാരൻ എന്റെ കൂടെ വന്നിട്ടുണ്ട്. പുള്ളിക്കാർക്ക് ഒരുപാട് ഐഡിയ ഉണ്ട്.